ഓൺലൈൻ എന്റെ വോയിസ് ക്ലിയർ ആണോ? Yes, sir. ഈ ശനിയാഴ്ച ക്ലാസ് ഒന്നും വരുന്നില്ല കേട്ടോ. ഇല്ലാന്നല്ലോ. എന്റെ ക്ലാസ് ഇല്ല. മാമിന്റെ ഇല്ലല്ലോ. ഓക്കെ. പക്ഷെ നെക്സ്റ്റ് വീക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. 25th എന്റേത് ഉണ്ടാവുന്നുള്ള എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷെ മറ്റേ ക്ലാസ് ഉണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണ്. 25th മസ്റ്റ് കണ്ടീഷൻ പോലെയാണ് വർക്കിംഗ്. അത് മിക്കവാറും ക്ലാസ് ഉണ്ടാവാം. എന്റേത് ഞാൻ ഉറപ്പ് പറയുന്നില്ല, ഉണ്ടാകാം ഉണ്ടാകാതിരിക്കാം. പക്ഷെ മറ്റേ ക്ലാസ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഏതാ 20 ലീവ് ഇല്ല. ദീപാവലി നമ്മുടെ കമ്പനിക്ക് ലീവ് ഇല്ല. ദീപാവലി ആഘോഷിക്കുന്നുണ്ടോ? രസത്തിന് ലീവ് എടുക്കാന്നല്ലേ. ഗവൺമെന്റ് ഹോളിഡേ ആണെന്ന് തോന്നുന്നു. കലണ്ടറിൽ ഷോപ്പല്ലേ, ഗവൺമെന്റ് ലീവ് ആയിരിക്കും. ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യും, അപ്പൊ എല്ലാ ലീവും കിട്ടും. ഞങ്ങൾക്ക് ലീവ് സർ ഓഫീസിൽ. ഏതാ ഇത് രുക്മിണി എന്താ പറഞ്ഞ? നമ്മൾക്ക് ലീവാണ് ഓഫീസില്. ഫുള്ള് ലീവാണോ? TCS മൊത്തം ലീവാണോ? ആ ആണ്. അതെ, നല്ല കാര്യം. അങ്ങനെ TCSലോട്ട് ജോലിക്ക് പോരിക്കോ, അപ്പൊ ദീപാവലിക്ക് ലീവ് കിട്ടും. ഓക്കെ. ലാസ്റ്റ് ക്ലാസ്സിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്തു നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ചെയ്തിട്ടുണ്ടായിരുന്നോ? ആ ടോപ്പ് ആൻഡ് ബോട്ടം സ്ലൈസർ വെച്ചുള്ള ചെയ്തിട്ടുണ്ടായിരുന്നോ? അതാണെങ്കിൽ കിട്ടിയോ കറക്റ്റ് ആയിട്ട്? ഓൺലൈനിൽ അവർ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഓൺലൈൻ എല്ലാവരും ചെയ്തിട്ടുണ്ടായിരുന്നോ? Yes, sir. എല്ലാവരും അങ്ങനെ നെസ്റ്റഡ് ഈഫ് ഒക്കെ വെച്ചിട്ടാണോ ചെയ്തത്, അല്ല കറക്റ്റ് സ്റ്റെപ്പ് വെച്ചിട്ടാണോ ചെയ്തത്? നെസ്റ്റഡ് ഈഫ്. ഓൺലൈനിൽ അവർ എങ്ങനെ ചെയ്തത്? നെസ്റ്റഡ് ഈഫ് വെച്ചിട്ടാണോ അല്ലാതെയാണോ? സ്റ്റഡി. നെസ്റ്റഡ് ഈഫ്. ഓക്കെ. അത് ചെയ്യാൻ സമയത്ത് ഞാൻ ഓക്കെ. ഞാനിത് എന്താണ് നെസ്റ്റഡ് ഈഫ് എന്ന് വെക്കുക. നെസ്റ്റഡ് ഈഫ് യൂസ് ചെയ്യുമ്പോൾ എന്താ പെർഫോമൻസ് സ്ലോ ആവും കേട്ടോ. അങ്ങനെ ഒരു വിഷയമുണ്ട്. അല്ലാതെ ഇതെങ്ങനെ പ്രോപ്പറായിട്ട് എഴുതാനുള്ളത് കാണിച്ചു തരാം. കൺസെപ്റ്റ് ഒക്കെ സെയിം തന്നെ, ഒരു വ്യത്യാസമൊന്നും വരുന്നില്ല. ഇതുപോലെ തന്നെ ഒരു പ്രോബ്ലം വരുമ്പോഴില്ലേ എങ്ങനെ അതിനെ അപ്രോച്ച് ചെയ്യാൻ നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മളിവിടെ ഒന്ന് കണ്ടുപിടിച്ച് നിങ്ങൾ ജസ്റ്റ് അസ്യൂം ചെയ്യാം. ഓക്കെ. എന്താണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്? ടോപ്പ് ആൻഡ് ബോട്ടം. എന്തിനെ ബേസ് ചെയ്തിട്ട്? ഓരോ കൗണ്ടിയുടെയും സെയിൽസിന്റെ ബേസ് ചെയ്തിട്ടാണ് ടോപ്പ് ആൻഡ് ബോട്ടം ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ വിഷിലോട്ട് എന്ത് ആഡ് ചെയ്യാം? ആ രണ്ട് കാര്യങ്ങൾ ആഡ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് കൗണ്ടിയും പിന്നെ എന്ത് ചെയ്യണം, അവരുടെ ടോട്ടൽ സെയിൽസും. എന്ത് ചെയ്യണം? ടോപ്പ് ആൻഡ് ബോട്ടം അനാലിസിസ് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. ഓക്കെ. ഇപ്പൊ ടോപ്പ് ആൻഡ് ബോട്ടം അനാലിസിസ് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ ടോപ്പിൽ ആരൊക്കെയുണ്ട് ബോട്ടത്തിൽ ആരൊക്കെയുണ്ടെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. അതിനെന്ത് ചെയ്യുക? ജസ്റ്റ് ഈ വിഷ്വലില് ടോട്ടൽ സെയിൽസിന് ജസ്റ്റ് ഒന്ന് ഡിസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യുക. നിർബന്ധമൊന്നുമില്ല, ജസ്റ്റ് മനസ്സിലാക്കാൻ. ഇൻ കേസ് നമ്മളിപ്പോൾ ടോപ്പ് സെലക്ട് ചെയ്താൽ ആരൊക്കെ വരുന്നുണ്ട് ഒന്ന് വെരിഫൈ ചെയ്യാൻ കറക്റ്റ് ആണോ. ടോപ്പ് സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം ആരുണ്ടാവണം? ലോസ് ഏഞ്ചലസ് കൗണ്ടി. ബോട്ടം 1 ആണെങ്കിൽ അത് ആരായിരിക്കണം? സാൻ ഫ്രാൻസിസ്കോ. ജസ്റ്റ് ഒരു കൺഫർമേഷന് വേണ്ടിയിട്ട് മാത്രം നമുക്ക് എന്ത് ചെയ്യാം? ഔട്ട്പുട്ട് കറക്റ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് മാത്രം ഇവിടെ സോർട്ട് ചെയ്തു. ഓക്കെ. ഇനി ടോപ്പ് ആൻഡ് ബോട്ടം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? രണ്ടാൾക്കാർ ഒരുമിച്ചായല്ലേ. ഇപ്പൊ ടോപ്പ് ആണെങ്കിൽ റാങ്കിന്റെ
ഡിസെൻഡിങ് ഓർഡറിൽ വരുന്ന ആൾ വേണം. ബോട്ടം ആണെങ്കിൽ അസെൻഡിങ് ഓർഡറും. അപ്പൊ അത് രണ്ടും എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കണ്ടുപിടിച്ചു അതിന് ശേഷം. ഓൾറെഡി കണ്ടുപിടിച്ചതുകൊണ്ട് അത് ഡയറക്റ്റ് യൂസ് ചെയ്യാൻ പോവാണ്. എന്ത് ചെയ്യണം, നമ്മൾ മാനുവലി ചെയ്യേണ്ടി വരും. ഫസ്റ്റ് റാങ്ക് ഡിസെൻഡിങ്. പിന്നെ റാങ്കും പെട്ടെന്ന് നമുക്ക് കറക്റ്റ് ആണോ വന്നിരിക്കുന്നത് ഐഡന്റിഫൈ ചെയ്യാൻ എന്ത് ചെയ്യാം, ഈ സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. കണ്ടോ, കറക്റ്റ് ആണോ വന്നിരിക്കുന്നത്. ഇനി അസെൻഡിങ്ങും ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. നമുക്ക് ഇവിടെ നിന്ന് എന്ത് മനസ്സിലാവും, മിനിമം റാങ്ക് എത്രയാണ്, മാക്സിമം റാങ്ക് എത്രയാണ്. യൂസർക്ക് എത്ര വരെ സെലക്ഷൻസ് കൊടുക്കണ ഒരു ഐഡിയ നമുക്ക് അവിടുന്ന് ഡെവലപ്പ് ആവും. എന്നിട്ട് അത് വെച്ചിട്ട് എന്ത് ചെയ്യാം, ജനറേറ്റ് സീരീസിന്റെ ഹെൽപ്പോട് കൂടെ ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ആ ടേബിളിലെ കോളം വെച്ചിട്ട് എന്ത് ചെയ്യാം, സ്ലൈസർ ബിൽഡ് ചെയ്യാം. ഓക്കെ. പക്ഷെ എനിക്ക് അവിടെ ഒരു ഇഷ്യൂ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഇവിടുത്തെ ഈ ഒരു സ്ലൈസർ യൂസ് ചെയ്യുമ്പോൾ അത് എപ്പോഴും എന്തായിരിക്കും, വെർട്ടിക്കൽ ലിസ്റ്റ് ആയിട്ട് വരുന്ന സ്ലൈസർ ആയിരിക്കും. ഒരുപാട് സ്പേസ് അവിടെ പോവല്ലേ. അതായത് ഇതുപോലെ വെർട്ടിക്കൽ ലിസ്റ്റ് ആകുമ്പോൾ എന്തായി, ഒരുപാട് സ്പേസ് പോയില്ലേ. അതിന് പകരം യൂസർക്ക് ജസ്റ്റ് ഒരു ഡയലോഗ് ബോക്സും അതിന്റെ അകത്ത് അവർക്ക് വേണ്ട നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുകയും വേണം. കാണാറില്ലെങ്കിൽ ഓരോ സ്ഥലത്ത് എൻ്റർ വാല്യൂ ഹിയർ എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ 10 ആഡ് ചെയ്യാം, 20 ആഡ് ചെയ്യാം. അതുപോലൊരു സ്ലൈസർ ബിൽഡ് ചെയ്യണം. അതൊരിക്കലും ഇത് വെച്ചിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് സെലക്ട് ചെയ്താലും ഇതിന്റെ ഫോർമാറ്റിൽ വന്നാൽ സ്ലൈസർ സെറ്റിംഗ്സിൽ ആരൊക്കെയുള്ളൂ, വെർട്ടിക്കൽ, ടൈൽ, ഡ്രോപ്പ് ഡൗൺ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇതുപോലെ ഇൻ ബിറ്റ്വീൻ മാത്രമേ പറ്റൂ. ഇനി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എന്തായിരിക്കും, അത് ഇൻ ബിറ്റ്വീൻ മാത്രമേ പറ്റൂ. പക്ഷെ എന്ത് മതി, നമുക്ക് ഒരാളെ മാത്രം മതി. അത് ഒറ്റ റെക്ടാങ്കിൾ മാത്രം വേണം. അതിനാണ് സിംഗിൾ വാല്യൂ സ്ലൈസർ എന്ന് കോൾ ചെയ്യാം. അത് നോർമൽ രീതിയിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? അതിന് വേറൊരു രീതിയിൽ എന്ത് ചെയ്യണം, ടേബിൾ ജനറേറ്റ് ചെയ്യണം. അതിന് പവർ ബിയിൽ തന്നെ ഇൻബിൽട്ട് ഫംഗ്ഷനാലിറ്റി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ജനറേറ്റ് സീരീസ് വെച്ചൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്തില്ലേ, അതേ കൺസെപ്റ്റ് തന്നെ. പക്ഷെ ഈ ഒരു സ്ലൈസർ കൂടെ ആക്റ്റീവ് ചെയ്യാൻ ഒരു ഇൻബിൽട്ട് ആയിട്ടുള്ള ഒരു ഫീച്ചർ പവർ ബിയുടെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നേരെ മോഡലിംഗ് ടാബിലോട്ട് വരിക. മോഡലിംഗ് ടാബ് അതിൽ വന്നു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് കാണാൻ പറ്റും, പാരാമീറ്റേഴ്സ്. ഇത് നിങ്ങൾക്ക് കാണാം, ന്യൂ പാരാമീറ്റർ. അത് പാരാമീറ്ററിന്റെ ഹെൽപ്പോട് കൂടെ ഒരു ടേബിൾ ജനറേറ്റ് ചെയ്യും. ആ ടേബിൾ നമുക്ക് എന്ത് ചെയ്യാം, സ്ലൈസറും ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ മെഷീൻ തന്നെ ചെയ്തെന്നുള്ളൂ, നമ്മളൊന്നും ചെയ്യണ്ട. നമ്മൾ ജസ്റ്റ് പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണെന്ന് മാത്രം പറഞ്ഞു കൊടുത്താൽ മതി. ബാക്കി മൊത്തം ചെയ്യുന്നവരായിരിക്കും പവർ ബി ആയിരിക്കും. സ്ലൈസറും ക്രിയേറ്റ് ചെയ്ത് തരും, ടേബിളും ക്രിയേറ്റ് ചെയ്ത് തരും. അത് സ്ലൈസർ ക്രിയേറ്റ് ആയി വരുന്നത് സിംഗിൾ വാല്യൂ സ്ലൈസറും ആയിരിക്കും, ന്യൂമറിക് വാല്യൂസ് ആണെങ്കിൽ. അപ്പൊ ന്യൂ പാരാമീറ്റർ സെലക്ട് ചെയ്യുമ്പോൾ ചോദിക്കും, ന്യൂമറിക് റേഞ്ചിന്റെ ബേസ് ആയിട്ടാണോ ചെയ്യേണ്ടത്, ഫീൽഡ്സിനെ ഗ്രൂപ്പ് ചെയ്യാണോ വേണ്ടത് ചോദിക്കും. നമുക്കിവിടെ എന്താ വേണ്ടത്, ന്യൂമറിക് റേഞ്ച്. ഫീൽഡ് എന്താണെന്ന് പിന്നീട് പറഞ്ഞുതരാം. എന്താണ് ന്യൂമറിക് റേഞ്ച് ക്രിയേറ്റ് ചെയ്യാം. അത് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യുമ്പോൾ ഒന്നുകൂടെ ചോദിക്കും, ന്യൂമറിക് റേഞ്ച് തന്നെയാണോ. എന്താണ് ന്യൂമറിക് റേഞ്ച് തന്നെയാണല്ലേ. സെക്കൻഡ് ചോദിക്കും, എന്താണ് പേര് വേണ്ടത്. പേര് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ടേബിളിൽ ക്രിയേറ്റ് ചെയ്യുന്നത്, അപ്പോൾ ടേബിളിന് ഒരു പേര് വേണം. അതാണ് ചോദിക്കുന്നത്. ഞാൻ ടേബിളിന്റെ പേര് റാങ്ക് സെലക്ഷൻ എന്ന് പാസ് ചെയ്തു. ഓൾറെഡി അത് ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ റാങ്ക് ഓൺ സെയിൽസ് എന്ന് കൊടുക്കാം. അങ്ങനെ വേണ്ട, റാങ്ക് ഓൺ സെയിൽസ് പാസ് ചെയ്തു. അണ്ടർസ്കോർ വെച്ചിട്ട് തന്നെ കൊടുക്കാം, റാങ്ക് ഓൺ സെയിൽസ്. ഇതാണ് ടേബിളിന്റെ പേര്. ടേബിളിന്റെ പേര് സെയിം ആയിരിക്കും. അതിന്റെ അകത്ത് ഒരു സിംഗിൾ കോളം ഉണ്ടാവും. ആ കോളത്തിന്റെ പേര് എന്തായിരിക്കും, സെയിം ആയിരിക്കും. അടുത്ത ചോദിക്കുന്നത്, അതിൻ്റെ അകത്തൊരു വാല്യൂസിൽ റേഞ്ചിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിന്റെ ഡാറ്റ ടൈപ്പ് എന്താണ് വേണ്ടത്, വോൾ നമ്പർ ആണോ, ഡെസിമൽ ആണോ, ഫിക്സഡ് ആണോ. ഫിക്സഡ് പിന്നീട് പറഞ്ഞുതരാം. എന്താ വേണ്ടത്, വോൾ നമ്പർ തന്നെ. എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം ചോദിക്കുക, എവിടുന്നാണ്. 1 എത്ര വരെ പോകണം, 22 വരെ പോകണം. എത്ര വെച്ച് ഇൻക്രിമെന്റ് ചെയ്യണം, 1. താഴെ ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടോ, ആഡ് സ്ലൈസർ ടു ദിസ് പേജ്. ഞാൻ ഏത് പേജിലാണോ കറന്റ് ഉള്ളത് ആ പേജിൽ ആ ഒരു സ്ലൈസറും മെഷീൻ തന്നെ ക്രിയേറ്റ് ചെയ്തു. നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. നേരെ എന്ത് ക്ലിക്ക് ചെയ്യുക, ക്രിയേറ്റ്. കണ്ടോ, നമുക്ക് വേണ്ട രൂപത്തിലുള്ള സ്ലൈസറും മെഷീൻ തന്നെ സെറ്റ് ചെയ്തത്. ഇതിനാണ് സിംഗിൾ വാല്യൂ സ്ലൈസർ എന്ന് കോൾ ചെയ്യുക. ഇത് വേണമെങ്കിൽ ഈ മെത്തേഡിൽ ക്രിയേറ്റ് ചെയ്യുന്ന ടേബിൾ വെച്ചിട്ട് ഇതിലോട്ട് വരാൻ പറ്റും. ഇതാണ് സിംഗിൾ വാല്യൂ സ്ലൈസർ. ഇപ്പൊ 1 ആണ് വേണമെന്ന് ചെയ്യാം, 1 കൊടുത്ത് എൻ്റർ ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഡ്രാഗ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഫീച്ചർ അവിടെ അവൈലബിൾ ആണ്. ഓക്കെ. ഇനി ആ ടേബിൾ എന്താണ് ഡെവലപ്പ് ആയി നോക്കാം. എന്തായിരുന്നു പേര് കൊടുത്ത, റാങ്ക് ഓൺ സെയിൽസ്. കണ്ടോ, ടേബിളിന്റെ പേരും കോളത്തിന്റെ പേര് സെയിം തന്നെ. ആ ടേബിൾ സെലക്ട് ചെയ്യുമ്പോൾ മുകളിൽ കാണാൻ പറ്റും അതിന്റെ പുറകിൽ വർക്ക് ചെയ്ത കൺസെപ്റ്റ് ഉണ്ട്. എന്താണ്, ജനറേറ്റ് സീരീസ് തന്നെ. പക്ഷെ അതിന്റെ അകത്ത് ടേബിളിനകത്ത് 2 ആൾക്കാരുണ്ട്. ഒന്നൊരു കോളവും അടുത്തതാരാണ്,
ഒരു മെഷറും. രണ്ടും അവിടെ തന്നെ എന്താണ്, റാങ്ക് ഓൺ സെയിൽസ് പറഞ്ഞ കോളം ഉണ്ട്, റാങ്ക് ഓൺ സെയിൽസ് വാല്യൂ പറഞ്ഞ ഒരു മെഷറും ഉണ്ട്. ഇപ്പൊ മെഷർ എന്താണ് ചെക്ക് ചെയ്ത് നോക്കാം. മെഷറിന്റെ പേരെന്താ, റാങ്ക് ഓൺ സെയിൽസ് വാല്യൂ. അതിനകത്ത് എന്താ സ്റ്റോർ ആയിരിക്കുന്നത്, സെലക്ടഡ് വാല്യൂ ഓഫ് ഏത് കോളാ കൊടുത്തിരിക്കുന്നത്, ആ ടേബിളിലെ ആ കോളം തന്നെ ഉണ്ടോ. അത് യൂസർ എന്താണോ തന്നെ സ്റ്റോർ ആയി, ഈ ഒരു മെഷറിന്റെ അകത്ത് തന്നെ സ്റ്റോർ ആയി. നമ്മൾ വീണ്ടും മാനുവലി സെലക്ടഡ് വാല്യൂ വെച്ച് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഇല്ല. ആ മെഷർ ആര് തന്നെ തന്നു, പവർ ബി തന്നെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ മെഷറിനെ റീകോൾ ചെയ്താൽ മതി. നമ്മൾ ചെയ്യുന്ന ഒരുപാട് പ്രോസസ് എന്തായി അവിടെ നമുക്ക് ഷോർട്ടൺ ചെയ്യാൻ പറ്റും. ക്ലിയർ ആണ് എല്ലാവർക്കും പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ടോപ്പ് ആൻഡ് ബോട്ടം അനാലിസ് ചെയ്യുമ്പോൾ ആ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, മോഡലിംഗ് ടാബില് പാരാമീറ്ററിലെ ന്യൂമറിക് റേഞ്ച് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു അഡ്വാൻറ്റേജ് അവിടെ കാണാൻ പറ്റും. ആ ഒരു സമയത്ത് മാത്രമേ നമുക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് സ്ലൈസറിലോട്ട് വരാൻ പറ്റുമോ. ക്ലിയർ ആയോ, ഓൺലൈന് ക്ലിയർ ആണ് സാർ എല്ലാവർക്കും ഇത്രയും പറഞ്ഞു. സാർ എനിക്കത് കുറച്ച് ഡൗട്ട് ആണ്, ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു തരുമോ? സ്ലൈസർ തൊട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സ്ലൈസർ ഞാൻ ക്രിയേറ്റ് ചെയ്തല്ല, സ്ലൈസർ മെഷീൻ തന്നെ ക്രിയേറ്റ് ചെയ്ത് തരുന്നതാണ്. ജസ്റ്റ് ന്യൂ പാരാമീറ്ററിൽ ന്യൂമറിക് റേഞ്ച്, ഇവിടെ ടേബിളിന്റെ പേര് പാസ് ചെയ്യാം. ആ ടേബിളിന്റെ പേരും കോളത്തിന്റെ പേരും എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഡാറ്റ ടൈപ്പ്, മിനിമം, മാക്സിമം, സ്റ്റെപ്പ്, ആഡ് സ്ലൈസർ ടു ദിസ് പേജ്. അത് വേണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ടിക്ക് ചെയ്താൽ മതി. ക്രിയേറ്റ് കൊടുക്കുമ്പോൾ എന്താവും, ഒരു ടേബിൾ ക്രിയേറ്റ് ആവും. ആ ടേബിൾ ഒരു കോളം മാത്രമേ ഉണ്ടാവൂ, പിന്നെ ഒരു മെഷർ കൂടി ഉണ്ടാവും. മെഷറിന്റെ അകത്ത് എന്താണ്, നമ്മൾ ആ കോളത്തിന് സെലക്ട് ചെയ്യുന്ന വാല്യൂ സ്റ്റോർ ചെയ്യുന്ന മെഷറും. അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യും, അവിടെ ക്രിയേറ്റ് ആവും. ഡിഫോൾട്ട് ആയിട്ട് സ്ലൈസർ സിംഗിൾ വാല്യൂ ആയാണ്. ക്ലിയർ ആണ് രുക്മിണി? ഓക്കെ സാർ. ഓക്കെ. അപ്പൊ എല്ലാവരും ഈ രീതിയിൽ ഈ സ്ലൈസർ അവിടെ ബിൽഡ് ചെയ്ത് പുതിയൊരു പേജിൽ വന്നിട്ട് ഈ ഒരു ടേബിൾ വിഷലും ഈ ഒരു സ്ലൈസർ വിഷൽ വരെ ഒന്ന് ബിൽഡ് ചെയ്ത് എല്ലാവരും. സാർ അപ്പൊ നമ്മൾ നേരത്തെ ഉപയോഗിച്ച സ്പേസ് വഴി ഫോർമാറ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്താണ്, നമ്മൾ അല്ലാതെ ഉപയോഗിക്കുന്ന സ്ലൈസർ ഒരു ഫോർമാറ്റിംഗ് എല്ലാം ചെയ്യാൻ പറ്റും. എന്താ ക്ലിയർ ആയില്ല. ഫോർമാറ്റിംഗ് ചെയ്യത്തില്ല സാർ നമ്മൾ സ്ലൈസർ, അങ്ങനെ ഇതിന് ചെയ്യാൻ പറ്റുവാണെങ്കിൽ? ആ, ഇതിന് ചെയ്യാൻ പറ്റും. ഇതിന്റെ ഫോർമാറ്റിൽ വന്നാൽ ഇവിടെ സ്ലൈസർ സെറ്റിംഗ്സിൽ ഒന്നുകൂടെ എക്സ്ട്രാ ഉണ്ടാവും, സിംഗിൾ വാല്യൂ ഉണ്ടാവും. ഓൺലൈൻ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ മാത്രം ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത്, ഇത്രയും സ്റ്റെപ്സ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത്. സാർ അപ്പൊ നമ്മള് ലൈക്ക് ഇപ്പൊ വേറൊരു കോളം വേറൊരു ടേബിൾ സിമിലർ ആയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോ ബൈ ഡീഫോൾട്ട് ആയിട്ട് അത് എങ്ങനെയാ വാല്യൂനെ ഫെച്ച് ചെയ്ത് എടുക്കുക? ആര്, പവർ ബി ചെയ്യോ? ബിക്കോസ് അല്ലല്ല, ഈ സ്ലൈസറിൽ ഇപ്പോ സിമിലർ ആയിട്ട് വേറൊരു ടേബിളും കൂടെ ഉണ്ട് വെച്ചോളൂ. എന്താ പറയാ, ഈ 1 to 22 എന്നുള്ള റേഞ്ചിൽ വേറൊരു, അപ്പൊ ഏത് വാല്യൂനെയാണ് ഇതിലേക്ക് ആഡ് ചെയ്യണേന്ന് എങ്ങനെ മനസ്സിലാവും? അത് അതേ കോളം വെച്ചിട്ടാണ് ആ സ്ലൈസർ ബിൽഡ് ആയിരിക്കുന്നത്. ഇവിടെ സ്ലൈസർ സെലക്ട് ചെയ്ത് കാണാൻ പറ്റും, റാങ്ക് ഓൺ സെയിൽസ്. ഈ ടേബിളില് ഈ കോളം വെച്ചിട്ട് തന്നെ സ്ലൈസ് മെഷീൻ തന്നെ ചെയ്തു തന്ന കാര്യങ്ങൾ അതൊക്കെ. ഇത് മറ്റേ ടേബിളിലെ റാങ്ക് സെലക്ഷൻ ടേബിളിലെ വാല്യൂ, ഇത് മെഷീൻ തന്നെ ചെയ്ത കാര്യം. അല്ല, എനിക്ക് മനസ്സിലായത്. അതായത് ഈ സ്ലൈസർ ഡെവലപ്പ് ആയിരിക്കുന്നത് ഏത് കോളത്തിന്റെ ഹെൽപ്പോട് കൂടിയാ, നമ്മളിപ്പം ക്രിയേറ്റ് ചെയ്ത് റാങ്ക് ഓൺ സെയിൽസ് എന്ന ടേബിളില് റാങ്ക് ഓൺ സെയിൽസ് എന്ന കോളം വെച്ചിട്ട് നമ്മൾ ഇന്നലെ മാനുവലി ക്രിയേറ്റ് ചെയ്തായിരുന്നു ഈ റാങ്ക് സെലക്ഷൻ എന്ന ടേബിൾ. റാങ്ക് സെലക്ഷൻ. ഈ വാല്യൂ വെച്ചിട്ടുള്ള സ്ലൈസർ ക്രിയേറ്റ് ആവുന്നത് നമ്മൾ ഇപ്പം ക്രിയേറ്റ് ചെയ്ത ടേബിളില് അതേ കോളം വെച്ചിട്ട് തന്നെ. അതൊക്കെ മെഷീൻ തന്നെ ചെയ്തു തരുന്ന കാര്യങ്ങളാണ്, നമ്മൾ മാനുവലി ചെയ്യുന്നതല്ല. ഈ മാനുവലി വേണമെങ്കിൽ എന്ത് ചെയ്യാം, അങ്ങനെയും ചെയ്യാം. ഞാൻ ഇതിൽ നിന്ന് റിമൂവ് ചെയ്യുന്നു, സ്ലൈസർ സെലക്ട് ചെയ്യുന്നു. ഈ സ്ലൈസറിലോട്ട് ഏത് കോളം ആഡ് ചെയ്യേണ്ടി വരും, റാങ്ക് ഓൺ സെയിൽസ് എന്ന ടേബിളില്
റാങ്ക് വൺ സെയിൽസ് പറഞ്ഞ കോളം ആഡ് ചെയ്യേണ്ടി വരും. ഇങ്ങനെയും ചെയ്യാം. ക്ലിയർ ആയോ? ആ ഇനി മാനുവലി ചെയ്യുന്ന കാര്യം മെഷീൻ ഓട്ടോമാറ്റിക്കലി ചെയ്തെന്നത് മാത്രമേ ഉള്ളൂ. ക്ലിയർ ആയോ? രുക്മിണിക്ക് ക്ലിയർ ആയോ? യെസ് സർ. ഇത്രയും ചെയ്ത് കഴിഞ്ഞവർ മാത്രം ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത്, ഇത്രയും സ്റ്റെപ്പ് മനസ്സിലാക്കി ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞവർ മാത്രം ഓൺലൈനിൽ നിന്ന് ഹാൻഡ് റൈസ് ചെയ്ത്. കേൾക്കുന്നുണ്ടോ? എല്ലാവരും ചെയ്ത് കഴിഞ്ഞോ? ഓക്കെ. സ്ലൈസർ ഈ മെത്തേഡിൽ വേണമെങ്കിൽ ടേബിൾ ഈ രീതിയിൽ തന്നെ ക്രിയേറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ. ഇനി ഏത് സ്ലൈസർ കൂടെ അവിടെ ബാക്കിയുണ്ട്? ടോപ്പ് ആൻഡ് ബോട്ടം സെലക്ട് ചെയ്യേണ്ട സ്ലൈസർ കൂടെ ഇവിടെ ബാക്കിയുണ്ട്. അപ്പൊ അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാം സ്ലൈസർ? ആ സ്ലൈസർ ക്രിയേറ്റ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ എന്താണ്? ഒരു ടേബിളും ഒരു കോളവും വേണമല്ലേ? നിങ്ങൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും, ഞാൻ ചെയ്തിട്ടില്ല. അത് നമ്മൾ ആരെ യൂസ് ചെയ്യാം? എന്റർ ഡാറ്റ. ഹോമിൽ എന്റർ ഡാറ്റ സെലക്ട് ചെയ്യാം. ടേബിളിന്റെ പേര് ഞാൻ അവിടെ യൂസർ സെലക്ഷൻ പാസ് ചെയ്തു. നിങ്ങൾ ആദ്യം ക്രിയേറ്റ് ചെയ്യേണ്ട, നിങ്ങൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചതല്ലേ, പിന്നെ വീണ്ടും ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. സെലക്ട് എന്ന് പാസ് ചെയ്തു. 2 റോ മതി. ഫസ്റ്റ് റോയുടെ ടോപ്പും സെക്കൻഡ് റോയുടെ ബോട്ടവും. ഓക്കെ. ശേഷം ടേബിൾ എന്ത് ചെയ്യുന്നു? ലോഡ് ചെയ്യും. ഇപ്പൊ എന്തിനാണ് എന്റർ ഡാറ്റ യൂസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയോ? ഓരോ എന്താണ് സ്ലൈസർ ഒക്കെ ബിൽഡ് ചെയ്യണമെങ്കിൽ
ഇതുപോലെ ഫിസിക്കൽ കോളംസ് വേണ്ടി വരും. അത് എൻ്റർ ഡാറ്റ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മാനുവലി ബിൽഡ് ചെയ്യുന്നുണ്ടാവുക. സ്ലൈസർ ക്രിയേറ്റ് ചെയ്തു, സ്ലൈസറിലോട്ട് ഞാൻ എന്ത് ആഡ് ചെയ്തു, യൂസർ സെലക്ഷൻ എന്ന ടേബിളിൽ സെലക്ട് പറഞ്ഞ ആളെ ആഡ് ചെയ്തു. അതിനുശേഷം സ്ലൈസറിന്റെ സ്റ്റൈൽ ഞാൻ ജസ്റ്റ് ടൈലിലോട്ടൊന്ന് കൺവേർട്ട് ചെയ്ത് വെച്ചു. നമ്മൾ യൂസർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ടോപ്പ് ആണോ ബോട്ടം ആണോ വേണ്ടത്. ഓക്കെ, ഇനി ഇതിന് ശേഷമായിരിക്കും നിങ്ങൾ എന്ത് യൂസ് ചെയ്തിട്ടുണ്ടാവുക, നെസ്റ്റഡ് ഈഫിലോട്ടൊക്കെ മൂവ് ചെയ്തിട്ടുണ്ടാവുക. ഞാനിവിടെ നെസ്റ്റഡ് ഈഫ് ഒന്ന് യൂസ് ചെയ്യാതെ നോർമൽ മെത്തേഡിലാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഇഷ്യൂ ഒന്നും ഇല്ല കേട്ടോ, നിങ്ങൾ ചെയ്ത കറക്റ്റ് മെത്തേഡാണ്, അതിന് ഒരു ഇഷ്യൂ ഞാൻ പറയുന്നില്ല. പക്ഷെ നമുക്കിനി കുറച്ച് കഴിയുമ്പോൾ ഇത് എന്താണ് പെർഫോമൻസ് കൂടെ നോക്കണം. പെർഫോമൻസ് നോക്കുമ്പോൾ എന്തായിരിക്കും, നെസ്റ്റഡ് ഈഫ് കുറച്ച് സ്ലോവർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ യൂസർ ഇവിടെ ടോപ്പ് ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഏത് റാങ്ക് സിസ്റ്റം ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക, ടോപ്പ് അനാലിസിസ്. ആരായിരിക്കും, റാങ്ക് ഡിസെൻഡിങ്ങും. യൂസർ ബോട്ടം ആണ് സെലക്ട് ചെയ്യുന്നത് ഏതായിരിക്കും, റാങ്ക് അസെൻഡിങ്ങും ആയിരിക്കും. അപ്പോൾ ആ ഒരു ലോജിക്ക് വരുന്ന മെഷർ എന്ത് ചെയ്താൽ മതി, ഉണ്ടാക്കിയെടുത്താൽ മതി. ന്യൂ മെഷർ, ഞാൻ മെഷറിന്റെ പേര് റാങ്ക് യൂസർ എന്ന് പാസ് ചെയ്തു. അത് ഏത് റാങ്ക് സിസ്റ്റമാണ് യൂസർ സെലക്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഡയറക്റ്റ് ആരെ കോൾ ചെയ്തു, എന്ത് ചെക്ക് ചെയ്യണം, യൂസർ ഈ സ്ലൈസറിൽ എന്താണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ചെക്ക് ചെയ്ത് നോക്കണം. അതിന് ഏത് ഫംഗ്ഷൻ യൂസ് ചെയ്യാം, സെലക്ടഡ് വാല്യൂ. ഏത് ടേബിളിൽ നിന്ന്, ഞാനിപ്പം ക്രിയേറ്റ് ചെയ്ത് യൂസർ സെലക്ഷൻ എന്ന് പറഞ്ഞ ടേബിളിൽ സെലക്ട് കോളം, അതെന്താണോ ചെക്ക് ചെയ്യണം, ടോപ്പ് ആണോ ചെക്ക് ചെയ്യുന്നത്. ടോപ്പ് ആണെങ്കിൽ എന്താ പ്രിന്റ് ചെയ്യേണ്ടത്, റാങ്ക് അല്ല, റാങ്ക് ഡിസെൻഡിങ്. ഓക്കെ, ഇനി ടോപ്പ് അല്ല സെലക്ട് ചെയ്തെങ്കിൽ എന്ത് ചെയ്യാം, സിംഗിൾ വാല്യൂ ആക്കി കഴിഞ്ഞാൽ ആ സ്ലൈസറിൽ ഒബിയസ്ലി അത് ആരായിരിക്കും, ബോട്ടം ആയിരിക്കും. അപ്പൊ ആരായിരിക്കും, റാങ്ക് അസെൻഡിങ്. അതിനുശേഷം ഫംഗ്ഷൻ ഞാൻ അവിടെ ക്ലോസ് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു. കംപ്ലീറ്റ് ആയില്ല, ഞാൻ ഓരോ വൺ സ്റ്റെപ്പ് ചെയ്യുന്നേ ഉള്ളൂ. ഈ മെഷർ നേരെ എടുത്തിട്ട് എവിടെ ആഡ് ചെയ്ത് നോക്കുന്നു, വിഷലോട്ട് ആഡ് ചെയ്യുന്നു. ഇപ്പൊ ഒരു ടോപ്പ് സെലക്ട് ചെയ്യുമ്പോൾ എന്തായി, ആര് വർക്കായി, ഡിസെൻഡിങ് ഓർഡർ വർക്കായി. 1 to 22 ആണ്. ബോട്ടം സെലക്ട് ചെയ്യുമ്പോഴോ അത് നേരെ ഉൾട്ടിയായിട്ട് മാറിയുണ്ടോ. ഒരു മെഷറിന്റെ അകത്ത് രണ്ട് ഡാക്സിന്റെ എക്സ്പ്രഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വർക്ക് ചെയ്യുന്നുണ്ട്. ഇത്രയും ചെയ്ത് ക്ലിയർ അല്ല എല്ലാവർക്കും, ഓൺലൈൻ ഇത്രയും ചെയ്ത് ക്ലിയർ ആണോ? ഓൺലൈൻ ഇത്രയും ചെയ്ത സ്റ്റെപ്സ് എല്ലാവരും ക്ലിയർ ആണോ? ഓൺലൈൻ ആരും ഇല്ലേ? ഓക്കെ, ബാക്കിയുള്ളവർക്കോ, ബാക്കി ആരും ക്ലാസ്സിലല്ല ഓൺലൈൻ, എന്ത് പറ്റി എല്ലാവർക്കും? ഉം. കേൾക്കുന്നുണ്ടോ? ആ കേൾക്കാം. എനിക്ക് ചെയ്യാൻ പറ്റില്ല, എന്റെ ലാപ്ടോപ്പിന് ഇത് നിഖിലിന്റെ വോയിസ് ഫുള്ള് ബ്രേക്ക് ആയി പോവാ. കേൾക്കുന്നുണ്ടോ സാർ? എന്നാലും ബ്രേക്ക് ആണ്, ജസ്റ്റ് ചാറ്റിലൊന്ന് മെൻഷൻ ചെയ്യുമോ? ബാക്കിയുള്ളവർ ആയിഷ, അക്ഷയ്, അനന്തു, ആര്യ, ജോഷിൻ, സന്ദീപ്, സെബിൻ ആരും ക്ലാസ്സിലല്ലേ? ഓക്കെ. Yes, sir, available. ഇപ്പൊ എല്ലാവർക്കും ഇത്രയും ചെയ്ത് ഓക്കെ അല്ലേ? ഇനി എന്ത് ചെയ്യണം, ഒരു മെഷർ കൂടെ ക്രിയേറ്റ് ചെയ്യേണ്ടി വരുമല്ലേ. എന്താണ്, സെക്കൻഡ് സ്ലൈസറും നമ്മൾ ഇപ്പം ക്രിയേറ്റ് ചെയ്ത മെഷറും തമ്മിൽ കമ്പയർ ചെയ്യാൻ ഒരു മെഷർ കൂടെ ക്രിയേറ്റ് ചെയ്യണം. ന്യൂ മെഷർ, മെഷറിന്റെ പേര് ചെയ്യാൻ റാങ്ക് അല്ലെങ്കിൽ ടോപ്പ് ബോട്ടം വാല്യൂ എന്ന് പാസ് ചെയ്തു. ഇപ്പം ക്രിയേറ്റ് ചെയ്ത് ഇവിടെ അത് ഫിസിക്കൽ ഒരു മെഷർ ആയിട്ട് വന്നു, റാങ്ക് യൂസർ എന്ന് പറഞ്ഞിട്ട്. ഇവിടെ റാങ്ക് യൂസർ. യെസ്, ഓ, സെലക്ട് അപ്പൊ ചെയ്ത് ഈ ടോപ്പ് ആണെങ്കിൽ റാങ്ക് യൂസർ വെച്ചിട്ട് റാങ്ക് ഡയറക്ട്ലി പ്രിന്റ് ചെയ്യിക്കുന്ന രീതിക്കാ. യെസ്, ഇത് വെച്ചിട്ട് അടുത്ത ആ, ചെയ്യും. യെസ്, അപ്പൊ ഇതിനാണ് റാങ്ക് ചെയ്യുന്നത്. ഡിസെൻഡിങ് അസെൻഡിങ് ഇനി ഈ കോളത്തിൽ വേണ്ടി വരില്ലല്ലോ ഈ ഇല്ല, വേണ്ട ടേബിൾ. ആവശ്യമില്ല. ഇല്ല, നേരിട്ട് എന്ത് ചെയ്താൽ മതി, ഒരു ഇഫിൽ ഇവിടെ കാര്യം തീർന്നു. ഇഫ് എന്തായിരിക്കും ലോജിക്കൽ ടെസ്റ്റ്, റാങ്ക് യൂസർ ഈക്വൽ ടു റാങ്ക് യൂസർ കമ്പയർ ചെയ്യണം ആരുമായിട്ട്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു യൂസർ സെലക്ട് ചെയ്ത വാല്യൂ. അത് വീണ്ടും സെലക്ടഡ് വാല്യൂ കോൾ ചെയ്യേണ്ട ആവശ്യമില്ല, അല്ല, ഓൾറെഡി ആ ആ മെഷർ എവിടെയുണ്ട്, പാരാമീറ്റർ. പാരാമീറ്റർ ഉണ്ട്. ഇതാണ് ആ ഒരു മെഷർ. ഓക്കെ, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്താ പ്രിന്റ് ചെയ്യേണ്ടത്,
എന്തിനെ ബേസ് ചെയ്തിട്ടാ? ടോട്ടൽ സൈസിനെ ബേസ് ചെയ്ത് അത് പാസ് ചെയ്യുന്നു, ഫംഗ്ഷൻ ക്ലോസ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ അവസാനം വരുന്ന ആള്. അത് ഞാൻ നേരെ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, വിഷലോട്ട് ആഡ് ചെയ്യും. ഇവിടെ ബ്ലാങ്ക് വരാനുള്ള റീസൺ ഈ സ്ലൈസിൽ ഒന്നും കൊടുത്തില്ല. 1 കൊടുത്തിട്ട് എൻ്റർ ചെയ്യുമ്പോൾ എന്തായി, 1 വരും. എന്താ പറ്റി? വണ്ണ് വരുന്നു, എന്താ ചെറിയ ഇഷ്യൂ പറ്റിയത്. 5 കൊടുക്കുന്നു, എൻ്റർ ചെയ്യുന്നു. അപ്പൊ എന്തായി, ഇപ്പൊ എന്താ വർക്ക് ചെയ്യുന്നത്, ടോപ്പ് 5 ബോട്ടം സെലക്ട് ചെയ്യുന്നതായി ബോട്ടം 5. ഓക്കെ, ഇത് കൺസെപ്റ്റ് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ഞാൻ 2 മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മുടെ ഫൈനൽ ആൾ ആരും മാത്രമാണ്, ഈ ടോപ്പ് ബോട്ടം വാല്യൂ ഉള്ള ഫൈനൽ ആൾ. ഈ എക്സ്പ്രഷൻ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എത്ര ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്? 1, 2, 3, 4 ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ടല്ലേ. ഒരു ഔട്ട്പുട്ട് ഒരാൾ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ എത്ര ആൾക്കാർ യൂസ് ചെയ്യുന്നു? 4 പേര് അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ കൺസെപ്റ്റ് ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഓക്കെ, സർ ചാറ്റ് ചാറ്റിൽ എന്താ? അല്ല എനിക്ക് മെസ്സേജ്. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ ജസ്റ്റ് നോക്കി, എനിക്ക് മനസ്സിലായി. നമ്മളൊരു ഔട്ട്പുട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യൂ, ആ ടോപ്പ് ആൻഡ് ബോട്ടം വാല്യൂ യൂസ് ചെയ്യൂ. പക്ഷെ അത് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ആരൊക്കെ ആവശ്യമുണ്ട്? ടോട്ടൽ സെയിൽസിന്റെ ആവശ്യമുണ്ട്, പിന്നെയോ റാങ്ക്, പിന്നെയോ റാങ്ക് അസെൻഡിങ് വേണം, പിന്നെയോ ആ റാങ്ക് യൂസർ സെലക്ട് ചെയ്യുന്ന റാങ്ക് വേണം, പിന്നെ അവസാനമായിരിക്കും ഫൈനൽ എക്സ്പ്രഷൻ. ഞാൻ ഫൈനൽ എക്സ്പ്രഷൻ പാസ് ചെയ്യാൻ ജസ്റ്റ് മനസ്സിലാവും. ഫൈനൽ എക്സ്പ്രഷൻ ഇതിൽ നമ്മൾ ഏതായിരിക്കും അവസാനം വിഷലോട്ട് ആഡ് ചെയ്യാൻ പോകുന്നത്? ആരാ മാത്രമായിരിക്കും? ഈ ഒരാളെ മാത്രമായിരിക്കും. ഇത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആരൊക്കെ യൂസ് ചെയ്യും? ഇത്രയും ആൾക്കാർ യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇൻ കേസ് ഫൈനൽ ഔട്ട്പുട്ടിൽ എറർ വന്നു, എവിടുന്നൊക്കെ എറർ സ്റ്റാർട്ട് ചെയ്യാം? ഈ 4 എവിടുന്ന് വേണം എന്ത് ചെയ്യാം, എറർ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങാം. അത് കണ്ടുപിടിക്കാൻ വളരെ ഈസി ആയിരിക്കും. കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ, എവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ ഒരു തേർഡ് ഡെവലപ്പർ വരുന്നു, അവർക്ക് ചിലപ്പോൾ ഇതുമായിട്ട് കണക്ട് ചെയ്യുന്ന ബാക്കിയെല്ലാം എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ എന്തായിരിക്കും, അവർ നല്ല രീതിയിൽ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അവിടെ എന്തായി, റീഡബിലിറ്റി പറഞ്ഞ ഇഷ്യൂസ് നല്ല രീതിയിൽ വരാൻ തുടങ്ങി. നമുക്ക് എന്താണ്, മുഴുവൻ കാര്യങ്ങൾ ഒരുമിച്ച് റീഡ് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു കൺസെപ്റ്റ് മുഴുവനും ഒരുമിച്ച് റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഓരോ സിംഗിൾ മെഷറിൽ പോയിട്ട് റീഡ് ചെയ്യണം. ഇൻ കേസ് എറർ വന്നാൽ അതിനെ പെട്ടെന്ന് ഹാൻഡിൽ ചെയ്യാനും പറ്റുന്നില്ല. സെക്കൻഡ് ഇഷ്യൂ. പിന്നെ പെർഫോമൻസ് ഓൾറെഡി എന്തായിരിക്കും, സ്ലോ ഡൗൺ ആയിരിക്കും. ഇതാണെങ്കിൽ ഇതിലോട്ട് പോകണം, ഇങ്ങനെ പോയി വരുമ്പോൾ എന്താവും, സ്ലോ ഡൗൺ ആവും. അത് കോംപ്ലക്സ് ആയിട്ട് മാറി. ഇതിനൊക്കെ കൺവേർട്ട് ചെയ്യാൻ നമുക്ക് അവിടെ ഒരു വേരിയബിൾ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് എടുക്കാൻ പറ്റും. എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പൊ ഈ 4 ആൾക്കാരിൽ ടോട്ടൽ സെയിൽസിന് വീണ്ടും അവിടെ ഒരു പ്രത്യേകതയുണ്ട്. എന്താ പറയുക ടോട്ടൽ സെയിൽസിന് വരുന്ന പ്രത്യേകത? ഇതിനു വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുന്ന ആളല്ല, ഇത് വേറെ ഒരുപാട് സ്ഥലത്ത് നമ്മൾ റീയൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ റാങ്ക് ഡിസെൻഡിങ്ങും അസെൻഡിങ്ങും റാങ്ക് യൂസറും നമ്മൾ വേറെ എവിടെയെങ്കിലും യൂസ് ചെയ്യുമോ? ഇല്ല. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പോകുന്നില്ല, വേറൊരു സ്ഥലത്ത് ഈ ആൾക്കാരെ ഒന്നും റീയൂസ് ചെയ്യാൻ പോകുന്നില്ല. റീയൂസ് ചെയ്യാത്തൊരു എക്സ്പ്രഷനെ വെറുതെ മെഷേഴ്സ് ആയിട്ട് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കണോ? ഇതൊരു ഫിസിക്കൽ മെഷർ ആയിട്ട് അവിടെ വേണം. പക്ഷെ ഈ 3 ആൾക്കാർ അവിടെ ആവശ്യമുണ്ടോ? അങ്ങനെ ഇല്ല. ഇതിന്റെ ആവശ്യം എന്തുമാത്രം, ഈ ഒരു എക്സ്പ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ട ആൾക്കാർ. ഇപ്പൊ എന്ത് ചെയ്യും, ഈ ഒരു എക്സ്പ്രഷനെ സപ്പോർട്ട് ചെയ്യുന്ന വേരിയബിൾസ് ആക്കിയിട്ട് ഈ 3 ആൾക്കാർ നമ്മൾ കൺവേർട്ട് ചെയ്യും. ടോട്ടൽ സെൽസിനെ കൺവേർട്ട് ചെയ്യില്ല. എന്തുകൊണ്ടാവും, അത് നമുക്ക് വേറെ ഒരുപാട് സ്ഥലത്ത് യൂസ് ചെയ്യാൻ ആവശ്യമുള്ള ഒരു ഫിസിക്കൽ മെഷർ ആയിട്ട് തന്നെ വേണം. പക്ഷെ ഡിസെൻഡിങ്ങും അസെൻഡിങ്ങും റാങ്ക് യൂസറും ഈ 3 ആൾക്കാർ എന്തിനു വേണ്ടി നമ്മൾ മാത്രമേ എപ്പോഴും യൂസ് ചെയ്യൂ, ഈ ഫൈനൽ എക്സ്പ്രഷന് വേണ്ടിയിട്ട് മാത്രമേ യൂസ് ചെയ്യൂ. അപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്യാനുള്ള 3 വേരിയബിൾസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇവരെ മാറ്റിയിടും. ക്ലിയർ ആയോ? അതിനാണ് വേരിയബിൾ കൺസെപ്റ്റ് എന്ന് പറയാം. ഒരൊറ്റ മെഷറിന്റെ അകത്ത് തന്നെ നമുക്ക് വേണ്ട എല്ലാ ആൾക്കാരെയും എന്ത് ചെയ്യും, നമ്മൾ വേരിയബിൾസ് ആയിട്ട് സ്റ്റോർ ചെയ്യും. എന്നിട്ട് ആരെയാണ് അവസാനം ആവശ്യമായിട്ടുള്ളത് അതിനെന്ത് ചെയ്യും, റിട്ടേൺ ചെയ്തിടും. ആ ഒരു കൺസെപ്റ്റോട്ട് ഞാൻ മാറ്റാൻ പോവാണ്. സാർ എനിക്ക് നേരത്തെ ആ മെഷറിന്റെ ലാസ്റ്റ് വാല്യൂ റിഫ്ലക്റ്റ് ആവുന്നുണ്ടായിരുന്നില്ല.
ലാസ്റ്റ് വാല്യൂല് അതിന്റെ എക്സ്പ്രഷൻ മാത്രം ഒന്ന് കാണിക്കോ, ആ ലാസ്റ്റ് വാല്യൂന്റെ ആ ടോപ്പ് ബോട്ടം എന്ന് പറഞ്ഞെടുത്തത്. ഞാൻ കാണിച്ചു തരാം. ഈ പറഞ്ഞ കൺസെപ്റ്റ് ക്ലിയർ ആയോ രുക്മിണിക്ക്? അത് മനസ്സിലായി. ഞാൻ ചെക്ക് ചെയ്യാം ഒരു സെക്കൻഡ്. ഇത് ഇംപ്ലിമെന്റ് ആയിട്ട് ഞാൻ അതിലോട്ട് വരാം കേട്ടോ. അല്ലെങ്കിൽ പകുതിക്ക് വെച്ചാൽ ഷുവർ ബാക്കിയുള്ളവർക്ക് കൺഫ്യൂഷൻ ആവും. ഓക്കെ, ഇപ്പൊ ഇവിടെ മനസ്സിലായി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് മനസ്സിലായോ? ഒരൊറ്റ ആ മെഷറിന്റെ അകത്തിന് എന്ത് ചെയ്യും, ഈ മൂന്ന് ആൾക്കാരെ വേരിയബിൾ ആയിട്ട് ഡിക്ലെയർ ചെയ്യും. എന്നിട്ട് ആ വേരിയബിൾസിന്റെ ഹെൽപ്പോട് കൂടെ ആരെ ക്രിയേറ്റ് ചെയ്യും, എന്റെ ഫൈനൽ എക്സ്പ്രഷൻ ഞാൻ ക്രിയേറ്റ് ചെയ്യും. അപ്പൊ ഈ വേരിയബിൾസ് എവിടെ മാത്രമേ ഉണ്ടാവൂ, ആ ഒരു മെഷറിന്റെ അകത്ത് മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന ഡിക്ലെയർ ചെയ്യും. അതെങ്ങനെ ചെയ്യുന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇംപ്ലിമെന്റേഷൻ ആണെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാവും. എന്തുകൊണ്ട് ഇത് ചെയ്യുന്നത് ക്ലിയർ ആയില്ലേ? ഓൺലൈനിൽ ക്ലിയർ ആണ് എന്തുകൊണ്ട് ഇത് ചെയ്യുന്നത്. Yes. ഓക്കെ, ഇംപ്ലിമെന്റേഷൻ കാണിച്ചു തരാം. അപ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. ഞാൻ നേരെ ഒരു മെഷറാണ് ഔട്ട്സിന്റെ എക്സ്പ്രഷൻ സെലക്ട് ചെയ്യുന്നു. ന്യൂ മെഷർ, മെഷറിന്റെ പേര് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ടോപ്പ് ബോട്ടം കൺസെപ്റ്റ് തന്നെ പേര് പാസ് ചെയ്തു. നമുക്ക് ഡയറക്റ്റ് ഫൈനൽ എക്സ്പ്രഷൻ അവിടെ എഴുതി ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. ആ ഫൈനൽ എക്സ്പ്രഷൻ എഴുതണമെങ്കിൽ ആരൊക്കെ വേണം? റാങ്ക് ഡിസെൻഡിങ് കണ്ടുപിടിക്കേണ്ട എക്സ്പ്രഷൻ വേണം, അസെൻഡിങ് കണ്ടുപിടിക്കേണ്ട എക്സ്പ്രഷൻ വേണം, അതിൽ നിന്ന് ആരെ ചൂസ് ചെയ്യണം എന്നുള്ള എക്സ്പ്രഷൻ വേണം. അതുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റൂ, ഫൈനൽ എക്സ്പ്രഷനിലോട്ട് വരാൻ പറ്റൂ. അപ്പൊ ഈ മൂന്ന് ആൾക്കാരെ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ അതിനെന്താക്കണം, ഇതിന്റെ അകത്തുള്ള ഒരു വേരിയബിൾ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഇപ്പൊ വേരിയബിൾ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ കീവേഡ് യൂസ് ചെയ്യും. ആണ് വാർ എന്ന് പറഞ്ഞ കീവേഡ്. വാർ ഡിക്ലെയറിന് ശേഷം കൊടുക്കുന്ന ആൾക്കാർക്ക് എന്തായിരിക്കും, വേരിയബിൾസ് ആയിരിക്കും. അപ്പൊ വേരിയബിളിന്റെ ഷോർട്ട് ഫോം ആണ് VAR. അതിനുശേഷം ഫസ്റ്റ് എന്ത് ചെയ്യുക, വേരിയബിളിന്റെ പേര് ഡിക്ലെയർ ചെയ്യുക. വേരിയബിളിന്റെ പേര് ഡിക്ലെയർ ചെയ്യുമ്പോൾ എപ്പോഴും സ്റ്റാർട്ടിംഗ് ഒരു അണ്ടർസ്കോർ കൊടുക്കുന്നത് നല്ലതായിരിക്കും. എന്തിനാണ് അത് കൊടുക്കുന്നില്ല ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. എന്ത് ചെയ്തു, റാങ്ക് ഡിസെൻഡിങ്. പിന്നെ വേരിയബിളിന്റെ പേര് കൊടുക്കുമ്പോൾ സ്പേസ് കൊടുക്കരുത്, അത് സപ്പോർട്ട് ആവില്ല. സ്പേസിന് പകരം തന്നെ യൂസ് ചെയ്യുക, അണ്ടർസ്കോർ തന്നെ യൂസ് ചെയ്യുക. സ്പേസ് കൊടുത്താൽ ആ വേരിയബിൾ പ്രോപ്പർ ആയിട്ട് റീഡ് ആവില്ല. സ്റ്റാർട്ടിങ്ങിൽ അണ്ടർസ്കോർ വേണം നിർബന്ധമില്ല. എന്തിനാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പൊ കാണിച്ചു തരാം. ഈക്വൽ ടു, ഈ വേരിയബിളിനകത്തോട്ട് എന്താ സ്റ്റോർ ചെയ്യേണ്ടത്, നമുക്ക് എന്ത് വേണമെങ്കിൽ സ്റ്റോർ ചെയ്യാം. ഒരു ടെക്സ്റ്റ് വാല്യൂ വേണം എന്ത് ചെയ്യാം, ഡബിൾ കോഡ്സിൽ ഓക്കെ എന്ന് പറഞ്ഞ് സ്റ്റോർ ചെയ്യാം. ഇനി വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ന്യൂമറിക്കൽ വാല്യൂ വേണമെങ്കിൽ 1 2 3 എന്ന് പറഞ്ഞ് സ്റ്റോർ ചെയ്യാം. ഒരു മെഷറിന്റെ എക്സ്പ്രഷൻ വേണമെങ്കിൽ എന്ത് ചെയ്യാം, അത് സ്റ്റോർ ചെയ്യാം. ഒരു ടേബിളിന്റെ എക്സ്പ്രഷൻ വേണമെങ്കിൽ എന്ത് ചെയ്യാം, അതും സ്റ്റോർ ചെയ്യാം. പക്ഷെ നമുക്ക് ഇവിടെ എന്താ സ്റ്റോർ ചെയ്യേണ്ടത്, ഒരു മെഷറിന്റെ എക്സ്പ്രഷൻ. അത് ഏത് ഫംഗ്ഷൻ വെച്ചിട്ടാണ് ക്രിയേറ്റ് ചെയ്യുക, റാങ്ക് എക്സിന്റെ ഹെൽപ്പോട് കൂടെ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ എന്ത് ചെയ്യുന്നു, അത് വലിയൊരു എക്സ്പ്രഷൻ ആയതുകൊണ്ട് ഞാൻ സിൻടാക്സ് ഫോളോ ചെയ്യാണ്. നെക്സ്റ്റ് ലൈനിലോട്ട് പോകുന്നു. നേരെ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തത് ഒരു 2 ടാബ് പാസ് ചെയ്യുക, 1 2. അവിടെ എന്ത് ചെയ്യുക, ഫംഗ്ഷൻ കോൾ ചെയ്യുന്നതാണ് റാങ്ക് എക്സ്. എന്താ പാസ് ചെയ്യേണ്ടത്, കൗണ്ടിക്കാണ് കൊടുക്കേണ്ടത്. ഇപ്പൊ എല്ലാ കൗണ്ടിനും എന്ത് ചെയ്യണം, ഒരുമിച്ചാക്കി വെക്കണം. ഓൾ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു, ലൊക്കേഷൻ ഡാറ്റയിൽ കൗണ്ട് ചെയ്യും. ഇതവിടെ കൊടുത്തു, കോമ. സെക്കൻഡ് എന്ത് പാസ് ചെയ്യണം, ഏത് എക്സ്പ്രഷനെ ബേസ് ചെയ്തിട്ട്. ആ ടോട്ടൽ സൈസ് നമുക്ക് ഒരുപാട് സ്ഥലത്ത് റീയൂസ് ചെയ്യാനുള്ളത് കൊണ്ട് എന്ത് ചെയ്യാം, ഓൾറെഡി അത് പുറത്ത് തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെന്ത് ചെയ്താൽ മതി, നോർമൽ മെഷറിന് കോൾ ചെയ്യുന്ന പോലെ ഇതിന്റെ അകത്തോട്ട് കോൾ ചെയ്യുക. ടോട്ടൽ സെയിൽസ് കോമ. വാല്യൂയുടെ ആവശ്യമില്ല, അതിനെ സ്കിപ്പ് ചെയ്യുന്നു. ഏത് ഓർഡറിലാണ് വേണ്ടത്, ഡിസെൻഡിങ് ഓർഡർ. അതുപോലെ ഏത് തൈസ് തന്നെ ആയിരിക്കണം, ടെൻസ് തന്നെ ആയിരിക്കണം. ഇത്രയും കാര്യങ്ങൾ പാസ് ചെയ്യുന്നു. എന്നിട്ട് അതിനുശേഷം ആരെ ക്ലോസ് ചെയ്യണം, റാങ്ക് എക്സിനെ ക്ലോസ് ചെയ്യണം. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് വേരിയബിൾ ക്രിയേറ്റ് ആയി. ഇത് റാങ്ക് ഡിസെൻഡിങ്. അത് ഈ ഒരു വേരിയബിളിലോട്ട് സ്റ്റോർ ആയിരിക്കുന്നത് ഈ ഒരു ഡാക്സിന്റെ എക്സ്പ്രഷൻ. ഓക്കെ, ഇനി അടുത്തപോലെ ഇതുപോലെ ആരെയും ക്രിയേറ്റ് ചെയ്യേണ്ടി വരും, ഒരു വേരിയബിൾ കൂടെ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. എന്ത് ചെയ്യുക, വാർ. എന്തായിരിക്കും, റാങ്ക് അസെൻഡിങ്. എന്റെ പേര് ഞാൻ അണ്ടർസ്കോർ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തു, റാങ്ക് അസെൻഡിങ് ഈക്വൽ ടു, വീണ്ടും സെക്കൻഡ് ലൈൻ 2 ടാബ് സ്പേസ്. ഇപ്പൊ കൊടുക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ, വേരിയബിൾസ് ഒക്കെ ഒരേ ലൈനിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. അതായത് വാറൊക്കെ ഒരേ ലൈനിൽ സ്റ്റാർട്ട് ചെയ്യുന്നു,
വേരിയബിളിന്റെ പേരൊക്കെ ഒരേ ലൈനിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, അവിടുന്ന് അതിന്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങൾക്ക് ഒരേ ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ. അപ്പൊ എന്താ നമുക്ക് റീഡബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഏതായിരിക്കും? സെയിം തന്നെ റാങ്ക് എക്സ് ഓഫ് എല്ലാവരും ഒരുമിച്ച് ആക്കുന്നു, ഫംഗ്ഷൻ ക്ലോസ് ചെയ്യുന്നു, കോമ എന്തിനെ ബേസ് ചെയ്തിട്ടാ? ടോട്ടൽ സെയിൽസിനെ ബേസ് ചെയ്തിട്ട് അതിനുശേഷം എന്ത് ചെയ്തു? വാല്യൂവിനെ സ്കിപ്പ് ചെയ്യുന്നു. ഏത് ഓർഡറിലാണ് വേണ്ടത്? അസെൻഡിങ് ഓർഡർ. ഏത് തൈസിന്റെ കൺസെപ്റ്റ്? ഡെൻസ്. അതിനുശേഷം അവിടെ ഫംഗ്ഷൻ ക്ലോസ് ചെയ്യും. കംപ്ലീറ്റ് ആയോ? അസെൻഡിങ്ങിന്റെ കംപ്ലീറ്റ് ആയി. ഇനി എന്ത് ചെയ്യണം? ഇനി ഈ രണ്ട് വേരിയബിളിനെ അടുത്തൊരു വേരിയബിൾ കൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. യൂസർ സെലക്ട് ചെയ്യുന്നതിന് നോക്കിയിട്ട് അടുത്തൊന്ന് കൂടെ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ അതും എന്ത് ചെയ്യേണ്ടി വരും? വീണ്ടും അടുത്ത വേരിയബിൾ ആയിട്ട് ഡിക്ലെയർ ചെയ്ത വേരിയബിൾ, അതിന്റെ പേര് യൂസർ എന്ന് പാസ് ചെയ്തു, ഈക്വൽ ടു. ഇവിടെ എന്തിന്റെ ബേസ് ആയിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യാം? ഒരു ലോജിക് ആയിരിക്കും യൂസ് ചെയ്യല്ലേ. ഇഫ് എന്താണ് യൂസർ സെലക്ട് ചെയ്തിരിക്കുന്നത്, ടോപ്പ് ആണോ ബോട്ടം ആണോ ചൂസ് ചെയ്യണം. ഏതായിരിക്കും? യൂസർ സെലക്ഷൻ ടേബിളിൽ സെലക്ട് കോളം എന്താണോ ചെക്ക് ചെയ്യണം, ഈക്വൽ ടു ടോപ്പ്. ടോപ്പ് ആണെങ്കിൽ ഇതിന്റെ അകത്തിൽ ആള് വർക്ക് ചെയ്യണം. ആ ഒരു റാങ്ക് ഡിസെൻഡിങ് എന്ന് പറഞ്ഞ വേരിയബിൾ വർക്ക് ചെയ്യണം. അപ്പൊ അതിന് ഈസി ആയിട്ട് കോൾ ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് അണ്ടർ സ്കോർ കൊടുക്കുക, ടൈപ്പ് ചെയ്താൽ മതി. നമുക്ക് പെട്ടെന്ന് ആളെ കിട്ടുന്നുണ്ടാവും. അല്ലെങ്കിൽ എന്താവും? കൺഫ്യൂഷൻ ആവും. നമ്മൾ ബാക്കി മെഷേഴ്സിനെ അണ്ടർ സ്കോർ വെച്ചിട്ടുള്ള സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിനെ പെട്ടെന്ന് കിട്ടാൻ എന്ത് യൂസ് ചെയ്യുക? ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുക. റാങ്ക് ഡിസെൻഡിങ്ങും അല്ലെങ്കിൽ ആരാണ് വേണ്ടത്? റാങ്ക് അസെൻഡിങ്. പെട്ടെന്ന് അതിനെ കോൾ ചെയ്യാൻ പറ്റി. ആ പെട്ടെന്ന് വേരിയബിൾസിനെ കോൾ ചെയ്യാൻ വേണ്ടി മാത്രമാണ് എന്ത് യൂസ് ചെയ്യുന്നത്? സ്റ്റാർട്ടിങ്ങിൽ അണ്ടർ സ്കോർ കൊടുക്കുന്നത് കേട്ടോ. അതിനുശേഷം ഫംഗ്ഷൻ അവിടെ ക്ലോസ് ചെയ്തു. അപ്പൊ 3 വേരിയബിൾസ് ആയി. ഒരു സിംഗിൾ മെഷറിന്റെ അകത്ത് 3 ഡാക്സിന്റെ എക്സ്പ്രഷൻ സ്റ്റോർ ചെയ്തിട്ടുണ്ടോ ഓരോ വേരിയബിൾ ആയിട്ട്. ഇനി എന്താ ചെയ്യേണ്ടത്? ഫൈനൽ എക്സ്പ്രഷൻ ക്രിയേറ്റ് ചെയ്യണം. ആരുടെ ഹെൽപ്പോട് കൂടെ? ഈ 3 ആൾക്കാരുടെയും ഹെൽപ്പോട് കൂടെ. അപ്പൊ അതായിരിക്കും എവിടെ വർക്ക് ചെയ്യേണ്ടി വരുമോ? ഈ ഒരു മെഷറിന്റെ അകത്ത് വർക്ക് ചെയ്യേണ്ടത് ആക്ച്വലി ആരാണ്? ഇനി നമ്മൾ കൊടുക്കാൻ പോകുന്ന എക്സ്പ്രഷൻ ആരുടെ ഹെൽപ്പോട് കൂടെ അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? ഈ 3 വേരിയബിൾസിന്റെ ഹെൽപ്പോട് കൂടെ. അപ്പൊ അതിനെ അങ്ങോട്ടേക്ക് മാറ്റാൻ റിട്ടേൺ എന്ന് പറഞ്ഞ ഒരു കീവേഡ് യൂസ് ചെയ്യും. റിട്ടേൺ, അത് റിട്ടേൺ ചെയ്യണം. ആര്? ഒരു എക്സ്പ്രഷൻസിനെ. ഈ ക്രിയേറ്റ് ചെയ്ത വേരിയബിൾസിന്റെ ഹെൽപ്പോട് കൂടെ ക്രിയേറ്റ് ചെയ്യുന്ന എക്സ്പ്രഷനെ അവസാനം നമുക്ക് റിട്ടേൺ ചെയ്ത് കൊടുക്കണം. എങ്ങോട്ടേക്ക്? ഈ ഒരു മെഷറിന്റെ അകത്തോട്ട്. റിട്ടേൺ കഴിഞ്ഞ നെക്സ്റ്റ് ലൈനിലോട്ട് വരുമോ? അവിടെ എന്താ യൂസ് ചെയ്യാം? വീണ്ടും ഒരു ലോജിക്ക് തന്നെ. എന്താണ്? ഇഫ് ഏത് റാങ്ക് സിസ്റ്റമാണ് വർക്ക് ചെയ്യുന്നത് ഫസ്റ്റ് ചെക്ക് ചെയ്യണം. അത് എവിടെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്? റാങ്ക് യൂസർ. ഇതല്ലേ? ഇത് എന്താണോ ചെക്ക് ചെയ്യണം? അതല്ലേ? അതിന്റെ അകത്തല്ലേ ഡിസെൻഡിങ് ആണോ അസെൻഡിങ് ആണോ എന്നുള്ളത് വരുന്നത്? അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എടുത്ത് എന്ത് ചെക്ക് വരും? യൂസർ സെലക്ട് ചെയ്ത വാല്യൂ അത് എവിടെ ഓൾറെഡി സ്റ്റോർ ചെയ്തിട്ടുണ്ട്? റാങ്ക് ഓൺ സെയിൽസിലെ ആ ഒരു സെയിൽസ് വാല്യൂ ഓൾറെഡി അവിടെ ഉണ്ട്. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്താ പ്രിന്റ് ചെയ്യേണ്ടത്? നമ്മൾ എന്തിനെ ബേസ് ചെയ്തിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ? ടോട്ടൽ സെയിൽസ്. അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഫംഗ്ഷൻ അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ടോ. ഇപ്പൊ എല്ലാം എന്തായി? ഒരൊറ്റ ഒരു മെഷറിന്റെ അകത്തായി. റീഡബിലിറ്റി ഇമ്പ്രൂവ് ആയോ? ഇപ്പൊ എറർ വന്നാൽ ഏത് വേരിയബിളാണ് എറർ വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? പെട്ടെന്ന് വേണമെങ്കിൽ ഫൈൻഡ് ചെയ്ത് നോക്കാറില്ലേ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ശേഷം എന്ത് ചെയ്യുന്നു? അത് കമ്മിറ്റ് ചെയ്യുന്നു. ഞാൻ ഈ മെഷർ നേരെ എടുത്തിട്ട് ഇവിടെ ആഡ് ചെയ്യുന്നു. ഈ വിഷിലോട്ട് ആഡ് ചെയ്യും. ടോപ്പ് ബോട്ടം കൺസിസ്റ്റ് സെയിം ഔട്ട്പുട്ട് ആരും കിട്ടുന്നുണ്ടോ? ഒരു വ്യത്യാസമില്ല. കണ്ടോ? പക്ഷെ രണ്ടും തമ്മിൽ വ്യത്യാസം നേരത്തെ ഇതും തമ്മിലല്ലേ?
ഈ ചെയ്തെല്ലാവരും ക്ലിയർ ആണോ? അതായത് ഈ ഒരു ഫൈനൽ എക്സ്പ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്തു, ആ ഒരു മെഷറിനകത്ത് തന്നെ ഓരോ വേരിയബിൾസ് ആയിട്ട് സ്റ്റോർ ചെയ്തു. ഈ വേരിയബിൾസിന്റെ ഹെൽപ്പോട് കൂടെ എന്റെ ഫൈനൽ എക്സ്പ്രഷൻ എന്ത് ചെയ്തു, ഡെവലപ്മെന്റ് ചെയ്തു. അപ്പോൾ എന്തായി, റീഡബിലിറ്റി ഇമ്പ്രൂവ് ആയി, എല്ലാം ഒന്നിന്റെ അണ്ടറിൽ തന്നെ വരുന്നുണ്ട്. അവിടെ എന്ത് ഇമ്പ്രൂവ് ആയിട്ടുണ്ടാവും, പെർഫോമൻസ് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയി വന്നുകൊണ്ടാവും. എനിക്ക് ഒരൊറ്റ സ്ക്രീൻഷോട്ടിൽ എന്ത് ചെയ്യാം, എന്റെ കൺസെപ്റ്റ് ഒരാൾക്ക് മൊത്തം ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുമല്ലോ. ഓൺലൈൻ ക്ലിയർ ആണ് ഈ വേരിയബിൾ കൺസെപ്റ്റ്. അനാവശ്യമായിട്ട് ഒരുപാട് മെഷേഴ്സ് ക്രിയേറ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് അവിടെ റെഡ്യൂസ് ചെയ്യാം. ഓൺലൈൻ ക്ലിയർ ആണ് ഈ ഒരു കൺസെപ്റ്റ്. യെസ് സർ. ഓക്കെ. രുക്മിണി ഇത് നേരത്തെ ഇഷ്യൂ എന്തായിരുന്നു, റെഡി ആയിട്ടുണ്ടായിരുന്നോ? അത് ശരിയായിരുന്നു സർ. അത് എല്ലാ പേരെല്ലാം കൂടി കൺഫ്യൂഷൻ ആയതാ. ഓക്കെ. അതിനെ പറഞ്ഞു, ഒരുപാട് മെഷേഴ്സ് ആകുമ്പോൾ എന്താവും, ഇതുപോലെ തന്നെ ഇഷ്യൂസ് നമുക്ക് വരും. എന്താണ്, ഇതുപോലെ വേരിയബിൾസ് യൂസ് ചെയ്യുമ്പോൾ എന്താണ്, നമുക്ക് ഒരുപാട് മെഷേഴ്സിന്റെ എണ്ണം കുറക്കാൻ കണ്ടു. അതിന് വേണ്ട ആൾക്കാർ അതിന്റെ അകത്ത് ഒരു വേരിയബിൾ ആയിട്ട് മാത്രം വെച്ചാൽ മതി. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞവർ മാത്രം ഓൺലൈൻ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി ഇംപ്ലിമെന്റ് ചെയ്തവർ മാത്രം. മാക്സിമം സെൽഫായിട്ട് തന്നെ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ടില്ലെങ്കിൽ മാത്രം എന്റെ സ്ക്രീൻ ഒന്ന് റെഫർ ചെയ്യാം കേട്ടോ. സ്റ്റാർട്ടിംഗ് അണ്ടർസ്കോർ യൂസ് ചെയ്യണമെന്നില്ല, സ്പേസിന് പകരം അണ്ടർസ്കോർ യൂസ് ചെയ്യണം. സ്റ്റാർട്ടിംഗ് അണ്ടർസ്കോർ യൂസ് ചെയ്യുന്ന റീസൺ നമുക്ക് പെട്ടെന്ന് കോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അണ്ടർസ്കോർ യൂസ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ബാക്കി മെഷേഴ്സ് അതേ പേരിൽ വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അണ്ടർസ്കോർ കൊടുക്കുന്നത് ചെയ്യും.
ചെയ്തു കഴിഞ്ഞില്ലേ? ഡിഫോൾട്ട് ആയിട്ട് വരുന്ന ഡാൻസാണോ സ്ലിപ്പോ? ഡിഫോൾട്ട് സ്കിപ്പ് ഒന്നും കൊടുത്തില്ലെങ്കിൽ സ്കിപ്പ് ആവില്ല. അതുകൊണ്ടാണ് ഞാൻ ഡാൻസറിനെ സ്പെസിഫൈ ചെയ്തത്. എന്തുകൊണ്ടാണ് വേരിയബിൾ കൺസെപ്റ്റോട്ട് പോയെന്ന് മനസ്സിലായില്ലേ? ഇത് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ പെട്ടെന്ന് കിട്ടുമെന്നില്ല കേട്ടോ. എല്ലാം ചെയ്ത് കഴിഞ്ഞ അവസാനം ഇതിനെ എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യാന്നൊക്കെ നോക്കുമ്പോഴായിരിക്കും മനസ്സിലാവുമോ ഇത് വേരിയബിളിലോട്ട് കൺവേർട്ട് ചെയ്യുക. അങ്ങനെ രണ്ടു മൂന്നെണ്ണം ചെയ്ത് എക്സ്പീരിയൻസ് ആകുമ്പോഴായിരിക്കും എന്ത് ചെയ്യുക, ഓരോ കൺസെപ്റ്റ് വരുമ്പോഴോ സ്റ്റാർട്ടിങ് തന്നെ വേരിയബിൾ യൂസ് ചെയ്യാനുള്ള ഒരു ഐഡിയ ഒക്കെ ജനറേറ്റ് ചെയ്ത് വരും കേട്ടോ. ആസ് എ ഫ്രഷർ പെട്ടെന്ന് കിട്ടില്ല, കുറച്ച് ടൈം അല്ല, പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും. ഓൺലൈൻ കൺസെപ്റ്റ് മനസ്സിലാക്കി ഇംപ്ലിമെന്റ് ചെയ്തവർ മാത്രം ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാം കേട്ടോ. നമ്മൾ വിളിച്ചാൽ അവിടെ പുറത്ത് തന്നെ ഉണ്ട് കേട്ടോ. എനിക്ക് അടുത്ത റൂമിലിരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് സൗണ്ടേഷൻ വരും. ഏത്? ചെയ്ത് കഴിഞ്ഞോ? ഓൺലൈൻ ബാക്കിയുള്ളവർ ചെയ്യുന്നുണ്ടോ? ഇത് എല്ലാവർക്കും പറ്റിയ ഭയങ്കര സ്ലോ ആയി മാറി എല്ലാവരും. അവിടെ ടോപ്പ് ആൻഡ് ബോട്ടം ആകുമ്പോഴേ ഉം. ഇന്നലെ ചെയ്തതും വ്യത്യാസം ഉണ്ടോ? നിങ്ങളാണെങ്കിൽ ഓരോന്നും ഓരോ ഫയലാക്കിയിട്ട് ചെയ്ത് നോക്കിക്കോട്ടോ. പക്ഷെ സ്റ്റാർട്ടിങ് മുതൽ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് നോക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അത് ക്ലാസ്സിൽ അങ്ങനെ ചെയ്യുമ്പോൾ എന്തായും ഒരുപാട് ടൈം പോകുന്നതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. മോഡൽ ബിൽഡ് ചെയ്യണം, അതിനകത്ത് സെയിൽസ് പ്രോഫിറ്റ് ഒക്കെ കണ്ടുപിടിച്ചിട്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റും. ഓൺലൈൻ ബാക്കിയുള്ളവർ ചെയ്യുന്നുണ്ടോ? അക്ഷയ്, അനന്തു ചെയ്യുന്നുണ്ടോ? ഈ ഒരു കൺസെപ്റ്റ് എല്ലാവരും ക്ലിയർ അല്ലേ? Okay. ഇതുപോലെ നിങ്ങൾ അടുത്ത ചെയ്യേണ്ടത്, ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു, കൗണ്ട് ചെയ്യും, അതിന്റെ ടോട്ടൽ സെയിൽസിന്റെ ബേസ് ചെയ്ത് ടോപ്പ് ആൻഡ് ബോട്ടം കൺസെപ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്തു.
ഇതുപോലെ അടുത്ത നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു, ഓരോ പ്രൊഡക്റ്റിനെയും അതിന്റെ പ്രോഫിറ്റിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ടോപ്പ് ആൻഡ് ബോട്ടം കൺസെപ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യുക. പ്രൊഡക്റ്റിനെ അതിന്റെ പ്രോഫിറ്റിനെ ബേസ് ചെയ്തിട്ട്, അത് പ്രൊഡക്റ്റ് നെയിമും പ്രോഫിറ്റും, പ്രൊഡക്റ്റിനെ അതിന്റെ പ്രോഫിറ്റിന്റെ ബേസിൽ എന്ത് ചെയ്യുക, ടോപ്പ് ആൻഡ് ബോട്ടം കൺസെപ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യുക. നമ്മളിപ്പം കൗണ്ടിക്ക് ടോട്ടൽ സെയിൽസിനെ ബേസ് ചെയ്ത പോലെ തന്നെ പ്രൊഡക്റ്റിന്റെ പേരിനെ അതിന്റെ പ്രോഫിറ്റിനെ ബേസ് ചെയ്ത് ടോപ്പ് ആൻഡ് ബോട്ടം അനാലിസിസ് ഇംപ്ലിമെന്റ് ചെയ്യും. അത് ആ വേരിയബിൾ കൺസെപ്റ്റ് വെച്ചിട്ട് ചെയ്തോ, ഒരു സിംഗിൾ മെഷർ തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും എഴുതി ഉണ്ടാക്കാൻ പറ്റും. ഓൺലൈൻ ക്ലിയർ ആയോ? Yes. ഇനി ഒന്ന് ഇവിടെ ഉള്ള സ്ഥിതിക്ക് ഇതിൽ ഞാൻ ചെറിയൊരു ഇത് കൂടെ പറഞ്ഞുതരാം. നമ്മളിവിടെ ടോപ്പ് ആൻഡ് ബോട്ടം കൺസെപ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്തല്ലോ. അപ്പോൾ 3 വേരിയബിൾസ് ഉണ്ട്. ഇതിൽ ഓരോ വേരിയബിളും കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കണം. പെട്ടെന്ന് പറ്റുമോ ഒരു കാര്യം? ഇല്ല. അപ്പൊ എന്ത് ചെയ്യാം, ഈ എക്സ്പ്രഷൻ കൊടുക്കുന്നതിന് മുമ്പ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതിന്റെ മുമ്പിൽ ഈ ഫോർവേഡ് സ്ലാഷ് കൊടുത്തു കഴിഞ്ഞാൽ എന്തായി, അത് കമന്റ് ആയി മാറി. എന്ത് ചെയ്തു, ഇത് കമന്റ് ആക്കി വെച്ചു. ജസ്റ്റ് രണ്ട് ഫോർവേഡ് സ്ലാഷ് കൊടുക്കണം. ഇനി ഇതൊക്കെ എന്ത് ചെയ്തു, കമന്റ് ചെയ്ത് വെച്ചു. അവിടെ നിങ്ങൾ റിട്ടേൺ ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇതിൽ ഏതെങ്കിലും വേരിയബിൾ റിട്ടേൺ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ വേരിയബിളിന്റെ പേര് ഇവിടെ കോൾ ചെയ്യാം കേട്ടോ. എനിക്ക് ഫസ്റ്റ് വേരിയബിൾ റാങ്ക് ഡിസെൻഡിങ് റിട്ടേൺ ചെയ്യണം. എന്ത് ചെയ്യാം, അണ്ടർസ്കോർ വെച്ചിട്ട് അതിന് റിട്ടേൺ ചെയ്ത് നോക്കി ഇത് എന്താണ് ഔട്ട്പുട്ട് എന്ന് വെരിഫൈ ചെയ്യാൻ. അങ്ങനെ വേണമെങ്കിൽ ചെയ്ത് നോക്കാം. അപ്പൊ അത് മാത്രമായിരിക്കും അവിടെ വരുമോ. എന്നിട്ട് അതിനുശേഷം എന്ത് ചെയ്യാം, അടുത്ത ആൾ വേണം, റാങ്ക് അസെൻഡിങ് വേണം. അതിന് വേണം എന്ത് ചെയ്യാം, അതിന് റിട്ടേൺ ചെയ്ത് നോക്കാം. അപ്പൊ അത് കറക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. എന്താണ്, അത് കറക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. ആ അതുകൊണ്ട് കറക്റ്റ്, അതുകൊണ്ട് പറഞ്ഞത് അതിന് ആക്കി വെച്ചാൽ ആ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് ഒന്ന് വെരിഫൈ ചെയ്യാൻ പറ്റും. ആ യൂസർ സെലക്ട് അനുസരിച്ച് രണ്ടും ചേഞ്ച് ആവുന്നുണ്ടോ ചെക്ക് ചെയ്യണം. അത് റിട്ടേൺ ചെയ്ത് നോക്കാം. എന്ത് ചെയ്യും, അത് കറക്റ്റ് പറഞ്ഞു അപ് ടു 1 2 3 ബോർഡർ സെലക്ട് ചെയ്യുമ്പോൾ നേരെ കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ പ്രോപ്പറായി വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം, ഈ 3 ആൾക്കാരെയും ബേസ് ചെയ്തിട്ട് ഫൈനൽ എക്സ്പ്രഷൻ എഴുതാം. ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, 1 ബൈ 1 ക്ലിയർ ആയോ? Yes, sir. അത് എറർ വന്നു കഴിഞ്ഞാൽ എന്തായി, നമുക്ക് ഇത്രയും പെട്ടെന്ന് അവിടെ ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റി. മറ്റേതാകുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഓരോന്നും എടുത്ത് എന്താണ് ഇഷ്യൂ ഒക്കെ ഫോക്കസ് ചെയ്യുമ്പോൾ ഒരുപാട് ടൈം പോകും. ഇതെന്തായി, റീഡബിലിറ്റി ഇമ്പ്രൂവ് ആവും, എററും പെട്ടെന്ന് കണ്ടുപിടിക്കാം, അതുപോലെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാം. ഇതിനാണ് കൂടുതൽ നമ്മൾ ഈ ഒരു വേരിയബിൾ കൺസെപ്റ്റ് യൂസ് ചെയ്യുക. ഇത് നോക്കിയതിന് ശേഷം എന്ത് ചെയ്യാം, എനിക്ക് കംപ്ലീറ്റ് ചെയ്യാം. പ്രൊഡക്റ്റിനെ അതിന്റെ പ്രോഫിറ്റിനെ ബേസ് ചെയ്തിട്ട് ടോപ്പ് ആൻഡ് ബോട്ടം കൺസെപ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യാം. ഓൺലൈൻ കിട്ടിയവർ മാത്രം ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യും.
ഇനി ആർക്കെങ്കിലും തീരെ കൺസെപ്റ്റ് മനസ്സിലായി ചോദിച്ചോളൂ, എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. റീപ്ലേസ്മെന്റ് ആണെങ്കിൽ നമ്മള് അസെൻഡിങ് ഓർഡറും സിംഗിങ് ഓർഡറും സെപ്പറേറ്റ് വേറെ മെഷർ ക്രിയേറ്റ് ചെയ്യുന്നതിന് പകരം ഇങ്ങനെ ഒരു വേരിയബിൾ ആക്കി കഴിഞ്ഞാൽ അതായത് എക്സ്ട്രാ വെറുതെ ഒരു മെഷർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആവശ്യമില്ലല്ലോ, അത് വേണ്ട. അത് എന്തായി, അപ്പൊ നമുക്ക് റീഡ് ചെയ്യാൻ എളുപ്പമായി. ലോജിക്കും നേരത്തെ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. സെയിം തന്നെ, ലോജിക് എല്ലാം സെയിം തന്നെ. അതിനെ അറേഞ്ച് ചെയ്യുന്ന ഒരു മെത്തേഡ് മാറ്റി അതിനെ ഒന്നുകൂടെ ഒപ്റ്റിമൈസ് ചെയ്തു, അത്രയും അവിടെ വരുന്ന ചേഞ്ച്. റീഡബിലിറ്റി ഇംപ്രൂവ് ആയി, അതാണ് നേരത്തെ പറഞ്ഞത്. ഇപ്പൊ ഞാൻ ഇതിന്റെ ഒരു സ്ക്രീൻഷോട്ട് ഗ്രൂപ്പിൽ ഇട്ടാൽ എന്ത് ചെയ്യാം, ഒരാൾക്ക് പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. നേരത്തെ ഞാൻ ചെയ്യുന്നെങ്കിലോ, ഞാനൊരു 4-5 സ്ക്രീൻഷോട്ട് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യേണ്ടി വരും. അത് ഏത് ഓർഡറിലാണെന്ന് പോലും നിങ്ങൾക്ക് പെട്ടെന്ന് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. പക്ഷെ ഇതാകുമ്പോൾ എന്താ, ഒരൊറ്റ സ്ക്രീൻഷോട്ട് എല്ലാം ഈസി ആയിട്ട് മനസ്സിലായാണ്. റീഡബിലിറ്റി നല്ല രീതിയിൽ ഇംപ്രൂവ് ആയി, അതുപോലെ പെർഫോമൻസും ഇംപ്രൂവ് ആയി. ലിങ്ക് വയ്ക്കാൻ പാടില്ലല്ലോ. ഒരു മെഷറിനകത്ത് വേരിയബിൾസിന്റെ പേര് കൊണ്ട് റീയൂസ് ചെയ്യരുത്, ഒരേ പേര് തന്നെ വീണ്ടും യൂസ് ചെയ്യരുത്. ഇതിപ്പോ എനിക്ക് പ്രോഫിറ്റിന് വേണ്ടി വീണ്ടും ഒരു ടോപ്പ്. അന്നേരം സെയിം വേരിയബിളിന്റെ പേര് തന്നെ യൂസ് ചെയ്യാം. ഈ വേരിയബിൾ ഇതിന്റെ അകത്ത് മാത്രമേ വർക്ക് ആവൂ, ഓക്കെ ഓക്കെ. ഇത് പിന്നെ ഇതിന്റെ പുറത്ത് നമുക്ക് കോൾ ചെയ്യാൻ പറ്റില്ല. ഇതിപ്പം ഈ ഒരു മെഷറിന്റെ അകത്ത് മാത്രമേ ഈ വേരിയബിൾസിന് യൂസ് ചെയ്യാൻ, അതായത് ലോക്കൽ വേരിയബിൾ പോലെ ആ ഒരു മെഷറിന്റെ അകത്ത് മാത്രമേ ഇനി ആ വേരിയബിൾസ് വർക്ക് ചെയ്യൂ. ഈ വേരിയബിൾ പേര് എന്ത് ചെയ്യാം, ഇനി മറ്റൊരു മെഷറിന്റെ അകത്ത് നമുക്ക് യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അപ്പോൾ അത് അവിടെ മാത്രം കോൾ ചെയ്യാൻ പറ്റുന്ന വേരിയബിൾ ആയിരിക്കും. മനസ്സിലായി.
ചെയ്ത് കഴിഞ്ഞവർ മാത്രം ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാം കേട്ടോ. ചെയ്ത് കഴിഞ്ഞവർ മാത്രം. ബാക്കിയുള്ള ചെയ്യുന്നുണ്ടോ? അക്ഷയ്, അനന്തു, സന്ദീപ്, സെബിൻ ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നുണ്ടോ? ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റിന്റെ പേര് ഏതാ? ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റിന്റെ പേര് ഏതാ? പ്രൊഡക്റ്റ് 28. ഓൺലൈൻ എല്ലാവർക്കും പ്രൊഡക്റ്റ് 28 തന്നെയാണ് വരുന്നത്. ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റിന്റെ പേര്? ഏറ്റവും ലോവസ്റ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ആരാ? പ്രൊഡക്റ്റ് 18. പ്രൊഡക്റ്റ് 18 ആണ് എല്ലാവർക്കും കിട്ടിയിരിക്കുന്ന ഓൺലൈൻ. ഈ ചെയ്ത കൺസെപ്റ്റ് എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ. ഞാൻ പുതിയ കൺസെപ്റ്റ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നില്ല. എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. ഇനി ചെയ്യാൻ പോകുന്ന അങ്ങോട്ടുള്ള കൺസെപ്റ്റ് നമ്മൾ എന്താക്കും? ഫസ്റ്റ് നോർമൽ മെത്തേഡിൽ ചെയ്യും, എന്നിട്ട് അതിനെ വേരിയബിൾ കൺസെപ്റ്റിലോട്ട് കൺവേർട്ട് ചെയ്യും കേട്ടോ. അപ്പൊ കുറച്ചുകൂടെ കാര്യങ്ങൾ വേരിയബിൾ ചെയ്യുമ്പോൾ അഡ്വാൻറ്റേജും കാര്യങ്ങളും നിങ്ങൾക്ക് ആ ഒരു സമയത്ത് മനസ്സിലാവും. ഓക്കെ. അപ്പൊ എല്ലാവർക്കും ഇന്നേരം ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? അതായത് നമ്മൾ പഠിച്ച കാര്യം തന്നെ അതിനെ ഒന്ന് മാറ്റി എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ അഡ്വാൻറ്റേജ് കണ്ടോ? ഒക്കെ എന്ത് ചെയ്യാം? എല്ലാ കൺസെപ്റ്റും ഒരൊറ്റ സ്ഥലത്ത് തന്നെ കാണാനും പറ്റും. മറ്റേ എന്തായി വെറുതെ ആവശ്യമായിട്ട് നമ്മളൊരു മെഷേഴ്സിന് എന്താണ് ഒരുപാട് സമയം ക്രിയേറ്റ് ചെയ്ത് പോകണം. റീയൂസ് ചെയ്യുന്ന മെഷേഴ്സ് മാത്രം പ്രോപ്പറായിട്ട് അവിടെ സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. അങ്ങനെ ഇല്ലാത്ത ആൾക്കാർക്ക് എന്ത് ചെയ്യാം? അതിന്റെ അകത്ത് മാത്രം മതിയെങ്കിൽ അതിനെ വേരിയബിൾ ആക്കിയിട്ട് യൂസ് ചെയ്താൽ മതി. ഓക്കെ. ക്ലിയർ ആണല്ലോ അവർക്ക് ഈ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ? ഓക്കെ. 2 ദിവസം ലീവാണ് വരുന്നത്. പ്രോപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. അടുത്ത കാര്യങ്ങളൊക്കെ ഇതുവരെ എടുത്ത ഡാക്സും കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലല്ലോ എല്ലാവർക്കും? ഇനി ഒരു 2-3 ഡേയ്സ് കൂടെ ഡാക്സിന്റെ ക്ലാസ് ഉണ്ടാവും. നെക്സ്റ്റ് ക്ലാസ് ഒക്കെ ഒരു 2-3 ഡേയ്സ് ഡാക്സിന്റെ ക്ലാസ് ഉണ്ടാവും. പിന്നെ ഡാക്സിന്റെ പോർഷൻ കംപ്ലീറ്റ് ആവും. പിന്നെ വിഷ്വലൈസേഷൻ കൂടെ എന്ത് ചെയ്യും? ഇതിന്റെ ഒരു കൂടെ വരും. പിന്നെ വിഷ്വൽ പ്ലസ് ഡാക്സ് ആയിരിക്കും. വിഷ്വൽ ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക, ഡാക്സിന്റെ പോർഷൻ അവിടെ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. പിന്നെ അത് കഴിഞ്ഞാൽ അവസാനം ഒരു ഡെമോ റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യുന്നു, ഇത് പബ്ലിഷ് ചെയ്യുന്നു. എന്തായി? ഇതിന്റെ സെഷൻ അവിടെ കംപ്ലീറ്റ് ആവും. ഇനി ഒരു 2 വീക്സ് 2.5 വീക്സ് അത്രയും മാക്സിമം ഇതിന്റെ ക്ലാസ് വരുന്നുണ്ടോ? പവർ ബി കഴിയാണ്. ഓക്കെ. ഇനി വിഷ്വലേ ഉള്ളൂ. വിഷ്വലൊക്കെ പെട്ടെന്ന് പറഞ്ഞു പോകാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ വിഷ്വൽ ചെയ്യുന്ന പറ്റുന്ന കുറച്ച് കസ്റ്റമൈസേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇമേജിനെ കൊണ്ടുവരുന്നതിലല്ലോ, ഇമേജ് സെലക്ഷൻ അനുസരിച്ചിട്ട് ഇമേജ് മാറ്റിയില്ലല്ലോ. അല്ല, ഓരോ സെലക്ഷൻ അനുസരിച്ചിട്ട് ഇമേജിനെ മാറ്റി കളിച്ചില്ലല്ലോ. അല്ലാതെ അവിടെ ബാക്കിയുണ്ട്, അതുകൂടെ ആ ഒരു സമയത്ത് എടുക്കാം. ഓക്കെ. പിന്നെ വിഷ്വൽ ക്രിയേറ്റ് ചെയ്തതിനെ കസ്റ്റമൈസ് ചെയ്യുക, അങ്ങനത്തെ കുറച്ച് കൺസെപ്റ്റും കാര്യങ്ങളാണ്. പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാൻ പറ്റുന്നേ ഉള്ളൂ. ഓക്കെ. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓൺലൈൻ ലീവ് ചെയ്യുന്നവർ ലീവ് ചെയ്തോളൂ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ചോദിച്ചോളൂ. ബാക്കി എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ശരി, അതാണ്. താങ്ക് യു. ഓക്കെ.